കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീമതി അഡ്വക്കേറ്റ് ഹരിപ്രിയ, എങ്ങനെയാണ് ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്? കേന്ദ്ര സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അത് ജനദ്രോഹം എന്നാണ് CPM-ഉം CPI-യും ഒരുപോലെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ LDF സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ ആശ്വസിക്കാൻ എന്തെങ്കിലുമുണ്ടോ? നേരത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് വന്ന സമയത്ത് അത് ഒരു കടുത്ത അടിയായിട്ടാണ് നമുക്ക് തോന്നിയത്. പക്ഷേ ഇത് അതിനേക്കാൾ ജനങ്ങളെ ഒട്ടും മനസ്സിലാക്കാതെ ജനങ്ങളുടെ ഇന്നത്തെ ഒരു അവസ്ഥ, ഇപ്പോൾ ഈ ബഡ്ജറ്റ് കാലം എന്ന് പറയുന്നത് നമ്മളൊരു പാൻഡമിക് പീരീഡിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇനിയും അത് വന്നുകൂടായികയില്ലാത്ത ഒരവസ്ഥയാണ്. പക്ഷേ ആ സമയത്ത് ഇങ്ങനെയൊരു വല്ലാത്തൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണ ഓരോ വ്യക്തിയും ഈ കോവിഡിൻ്റെ എല്ലാ മാരകമായ അവസ്ഥകളെയും നേരിട്ട് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ ആ സമയത്താണ് നമുക്ക് ഇത്തരത്തിലൊരു ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. ഈ ബഡ്ജറ്റ് നമ്മളെ സമസ്ത മേഖലകളിലും നികുതി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും മാക്സിമം നികുതി ചുമത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു നികുതി ഭാരം മനുഷ്യൻ്റെ വ്യക്തിയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുക എന്നതിൻ്റെ ഏറ്റവും നല്ല പരീക്ഷണമായിട്ടാണ് ഞാൻ ഈ ബഡ്ജറ്റിനെ കാണുന്നത്. ഇവിടെ മുൻപുള്ള ചർച്ചകളിലൊക്കെ തന്നെ പറയുകയുണ്ടായി, ഒരുപാട് ഗവേഷണം നടത്തി പലരുമായി ചർച്ച നടത്തിയൊക്കെ അവതരിപ്പിച്ച ബഡ്ജറ്റാണ് എന്ന്. അങ്ങനെ ഒരുപാട് ചർച്ച നടത്തിയും ഗവേഷണം നടത്തിയുമൊക്കെയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചെങ്കിൽ ഇനിയെങ്കിലും അത്തരത്തിലുള്ള ഗവേഷണങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാവും നമ്മുടെ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഉതകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ ബഡ്ജറ്റിനകത്ത് നിങ്ങൾ എടുത്തു നോക്കൂ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളിലൊന്നായ വീട്, ആ വീട് വയ്ക്കുന്നതിന് ഇനി വലിയ ചിലവേറാൻ പോവുകയാണ്. അതുമാത്രമല്ല അതിനുള്ള സെസ്, അതിനടക്കേണ്ട തുക വർദ്ധിക്കുകയാണ്. മദ്യത്തിന് വില കൂട്ടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കരുതും യെസ് മദ്യത്തിന് വില കൂട്ടിയത് നല്ല കാര്യം എന്ന് കരുതും. പക്ഷെ മദ്യത്തിന് വില കൂട്ടുമ്പോൾ തന്നെ അതിനൊരു മറുവശമുണ്ട്. ഇപ്പോൾ മദ്യത്തിന് വില കൂട്ടുന്നത് നല്ലതാണെന്ന് നമ്മൾ കരുതുമ്പോൾ തന്നെ അതിനൊരു മറുവശമുണ്ട്. ഇപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മറ്റ് ലഹരി വസ്തുക്കളുടെ ഒരു സങ്കേതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇവിടെ MDMA ആണെങ്കിലും അതേപോലെ തന്നെ കഞ്ചാവാണെങ്കിലും മറ്റ് ലഹരി വസ്തുക്കളുടെ ഒഴുക്ക് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും മദ്യത്തിൻ്റെ വില കൂടുമ്പോൾ അതിനേക്കാൾ ലഹരി ലഭ്യമാകുന്ന എന്നാൽ കുറഞ്ഞ ചെലവിൽ ലഭ്യമാകുന്ന മറ്റു ലഹരി വസ്തുക്കളിലേക്ക് യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ നീങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള ഒരു വസ്തുതയെ നമ്മൾ ബോധപൂർവം മറന്നു കളയുകയാണ്. അതേപോലെ നമ്മൾ ഈ ഒരു ബഡ്ജറ്റിനകത്ത് പെട്രോൾ ഡീസൽ വില വർധനവ് എല്ലാ മേഖലയിലും വലിയ പ്രതികൂലമായി ബാധിക്കാൻ പോവുകയാണ്. ഇനി ഹോട്ടലുകളിൽ വില വർദ്ധിക്കാൻ പോകുന്നു, യാത്രാ ചെലവ് വർദ്ധിക്കാൻ പോകുന്നു. നമ്മളെ സാധാരണക്കാരായ ജീവനക്കാരും വിദ്യാർത്ഥികളുമൊക്കെ യാത്ര ചെയ്യുന്ന ബസ്സിന് ഇനി ചാർജ് കൂട്ടണമെന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ടുള്ള സമരങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഇത് എല്ലാ മേഖലയും, കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറിക്ക് വില കൂടാൻ പോകുന്നു. കേരളത്തിലെ ഗാർഹിക മേഖലയ്ക്ക് ആവശ്യമായ എല്ലാം പുറത്തു നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മളെല്ലാം വാങ്ങിക്കുന്നവരാണ്. ഇതെല്ലാം കടന്നു വരുമ്പോൾ നമുക്ക് വലിയ നികുതി ഇനി നൽകേണ്ടി വരും. വലിയ ചെലവേറിയതായി നമ്മുടെ എല്ലാ മേഖലയും മാറാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഞാൻ വീടിനെ കുറിച്ച് പറഞ്ഞു. വീട് വയ്ക്കാൻ വേണ്ടി നമ്മളൊരു 3-4 സെൻറ്റ് ഭൂമി വാങ്ങി താമസിക്കണമെന്ന് കരുതിയാൽ, ഒരു വീട് വെക്കണമെന്ന് കരുതിയാൽ കുതിച്ചുകൂടി വരുന്ന രജിസ്ട്രേഷൻ ചാർജ് താങ്ങാൻ കഴിയാതെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ നിലയിലേക്കാണ് ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ ഫീസിൻ്റെ വർധനവ് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണ എല്ലാവരും ഉപയോഗിക്കാൻ സ്വകാര്യ വാഹനം എന്നുള്ള നിലയിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ 15 ലക്ഷത്തിലൊക്കെ കുറഞ്ഞ വിലയുള്ള ചെറിയ ഇനം കാറുകളും അതേപോലെ തന്നെ മോട്ടോർ ബൈക്കുകളുമാണ്. എന്നാൽ മോട്ടോർ ബൈക്കിന് പോലും ബാധകമാകുന്ന സെസ് ഏർപ്പെടുത്തുകയാണ്. അവിടെയും നികുതി വരികയാണ്. നമുക്കറിയാം, നമ്മളെ നാട്ടിലുള്ള ഡെലിവറി ബോയ്സ് ഉൾപ്പെടെയുള്ളവർ ഉപയോഗിക്കുന്നത് ഈ മോട്ടോർ ബൈക്കുകളാണ്. അവർ ഏറ്റവും കുറഞ്ഞ വേതനം പറ്റുന്ന ഒരുപാട് എഫേർട്ടുള്ള ഒരു ജോലി ചെയ്യുന്നവരാണ്. അവരുടെ വേതനത്തെ പോലും ഇത് ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് ബില്ല് കൂട്ടാൻ പോവുകയാണ്. വ്യാവസായിക മേഖലയിൽ മാത്രമാണ് കറണ്ട് ബില്ല് കൂട്ടുന്നത്. പക്ഷേ വ്യാവസായിക മേഖലയിൽ കറണ്ട് ബില്ല് കൂടുന്നതോടുകൂടെ സംഭവിക്കുന്നത് KSEB ലാഭത്തിലാണ് എന്ന് മന്ത്രി ഒരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് വില വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ചെറുകിട സംരംഭകരുൾപ്പെടെ പുതുതായി വന്ന സ്റ്റാർട്ടപ്പ് പോലെയുള്ള മിഷനിലൂടെയൊക്കെ വന്നിരിക്കുന്ന പുതിയ ചെറുകിട
തീർച്ചയായും വ്യവസായിക സംരംഭകരെ അത് മേഖലയിലേക്ക് തിരിഞ്ഞ സ്ത്രീകൾ ബാധിക്കും. ഒരു ഉൾപ്പെടെയുള്ളവർ കോവിഡിന് ഈ ശേഷം സമയത്ത് സ്ത്രീ ഈ സംരംഭകരുടെ ബഡ്ജറ്റിലേക്ക് എണ്ണത്തിലും ഒക്കെ പോകാൻ വലിയ വർധനയുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് ബാധിക്കും. മാത്രവുമല്ല ഈ വാണിജ്യ ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ കാര്യമാണെങ്കിൽ പോലും നേരത്തെ തന്നെ സാധാരണ വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ നിരക്ക് കൂടുന്ന സാഹചര്യം നേരത്തെ തന്നെ ഉണ്ട്. അത് 4 മാസത്തേക്ക് ഉയർന്ന നിരക്ക് ഏർപ്പെടുത്തുന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ വാർത്തയാക്കിയതുമാണ്. ശ്രീമതി അഡ്വക്കേറ്റ് ഹരിപ്രിയ, ഇവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നത് പ്രതിപക്ഷം തന്നെ ധവളപത്രത്തിലൂടെ പുറത്തിറക്കിയ ഒരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ സംസ്ഥാനത്തിനെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. മാത്രവുമല്ല, കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന തുകയിൽ കുറവ് വരുത്തിയിരിക്കുന്നു. കേന്ദ്രം സംസ്ഥാനത്തിനെ എങ്ങനെയൊക്കെ ഞെരുക്കാമോ ആ രീതിയിലൊക്കെയും ഞെരുക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണമല്ലോ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ. അപ്പോൾ ആ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണോ സർക്കാരിനെ ഇത്തരം ഒരു വരുമാന മാർഗം കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത്? അല്ല, ഞാനിതിൽ പറയുന്നത് ഇത്തരത്തിലൊരു നികുതി വർധനവിലൂടെ നമ്മൾ സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഈ ഒരു ബഡ്ജറ്റിനകത്ത് എവിടെയെങ്കിലും ചിലവ് കുറയ്ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? സംസ്ഥാനത്ത് പലതരത്തിലുള്ള അധിക വ്യയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അധികമായുള്ള വ്യയമുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ കാര്യങ്ങളിൽ ഏതെങ്കിലും ചുരുക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു നിർദ്ദേശം ഇതിനകത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെ ജനങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള പാൻഡമിക് പീരീഡിന് ശേഷം ജനങ്ങൾ സ്വന്തമായി സമ്പാദിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷനകത്ത്, സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് അകത്ത് പുതിയതൊന്നും വന്നിട്ടില്ല എന്നുള്ളത് തികച്ചും നിരാശാജനകമായ ഒന്നാണ്. സാമൂഹ്യക്ഷേമ എമൗണ്ട് ഉയർത്തിയിട്ടില്ല എന്നത് നിരാശ നൽകുന്ന ഒന്നാണ്. കാരണം ഈ ഒരു അവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ അവരുടെ കൈകളിലേക്ക് പണം എത്തുന്ന ഒരു നില ഉണ്ടാവേണ്ട ഒരു ഘട്ടമാണിത്. സാധാരണ മനുഷ്യരുടെ കൈകളിലേക്ക് ഏറ്റവും അവശത അനുഭവിക്കുന്നവരുടെ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അവർക്കൊക്കെ ധനം എത്തേണ്ട ഒരു സാഹചര്യമാണിത്. പക്ഷെ അതിവിടെ സംഭവിക്കുന്നില്ല. അതിനു പകരം അവിടെയൊക്കെയാണ് ഈ നികുതി വർധന എന്നുള്ള ഒറ്റ പേര് മാത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. നികുതി വർധന സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന ബജറ്റ് എന്നതാണ് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഉയരുന്ന വലിയ ആക്ഷേപവും പരാതിയും. ഇതിനകം തന്നെ സംസ്ഥാനത്ത് പലയിടത്തും രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ മറ്റും പ്രതിഷേധ മാർച്ചുകളും പ്രകടനങ്ങളും കോലം കത്തിക്കലും ഒക്കെ നടക്കുകയാണ്. ഇത്തരം ജനവിരുദ്ധമായ ഒരു ബജറ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന ഒരു സാഹചര്യവും അന്താളിപ്പുമാണ് എല്ലാവരും പ്രകടിപ്പിക്കുന്നത്.